ഹലോ ഫ്രണ്ട്സ്, പ്ലേ സ്റ്റോർ എല്ലാം യൂസ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അതിനാൽ തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സാധാരണ പ്ലേ സ്റ്റോർ എല്ലാം എടുത്തതിന് ശേഷം ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം സെർച്ച് ചെയ്തെല്ലാം ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു സെർച്ച് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന, അതായത് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പ്, ന്യൂ ആപ്പ്, അതുപോലെ OLX, ചലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഡിവൈസിൽ നമ്മൾ ഈ സെർച്ച് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാറുണ്ട്. എന്നാൽ ഇതിൽ ലോങ് പ്രസ് ചെയ്താലൊന്നും നമുക്കിത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കില്ല. ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിലാണ് പോകേണ്ടത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റിംഗ്സ് എന്ന് ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ജനറൽ എന്നതിൽ പോകുമ്പോൾ അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇനി താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ക്ലിയർ ഹിസ്റ്ററി എന്ന് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ഒന്നും തന്നെ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു സെർച്ച് ഹിസ്റ്ററി എല്ലാം റിമൂവ് ചെയ്യാൻ സാധിക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള ടെക് റിലേറ്റഡായ നല്ല നല്ല ടിപ്സ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈക്ക് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി കാണാൻ സാധിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്